ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമല്ലേ? നമ്മളിന്ന് കോഴിയെ കൊണ്ടൊരു ഡിഫറെൻറ്റ് സാധനമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കുറത്തി ചിക്കനാണ്. അപ്പോൾ കോഴിയെ നമുക്ക് എല്ലാവർക്കും ഫേവറേറ്റ് ആണല്ലോ, ഞങ്ങൾക്കും ഫേവറേറ്റാണ്. നമ്മൾ മസാലയായിട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട്. നമ്മളിത് വെള്ളം ചേർത്തിട്ടില്ല, നമ്മൾ എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് ആക്ച്വലി കുഴച്ചെടുത്തിട്ടുള്ളത്. ആൻഡ് ആ മിക്സ്, അതായത് മസാലയുടെ പേസ്റ്റ് നേരെ നമ്മൾ ചിക്കനിലേക്ക് പുരട്ടി വെക്കുക ചെയ്യുന്നത്. ഒരു 10 to 15 മിനിറ്റ് എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക കേട്ടോ. ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. ഇതിൽ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ്, മസിലല്ല മസാല. അപ്പോൾ മസാല പിടിച്ചിട്ടുള്ള കോഴി നമ്മളിതുപോലെ പൊരിച്ചെടുക്കുക. അത് ഇങ്ങനെ ഫ്രൈ ചെയ്ത് വരുന്ന കാണാൻ തന്നെ നല്ല ശീലമാണ്. അത് നോക്കി നിൽക്കരുത്, നോക്കി നിന്നാൽ നമുക്കത് തിന്നാനുള്ള ടെൻഡൻസി കൂടും. അപ്പോൾ നമ്മളെന്താ ചെയ്യുക, നമ്മളത് അവിടെ മാറ്റി വെച്ചിട്ട് അടുത്ത പണി നോക്കുക. അപ്പോൾ ലാസ്റ്റ് റൗണ്ട് ഓഫ് ചിക്കൻ നമ്മൾ വറുക്കാൻ വെച്ചിട്ടുണ്ട്. ആൻഡ് അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ ജീരകം, അതുപോലെയുള്ള കടുക്, പിന്നെ നമ്മൾ പച്ചമുളക്, വറ്റൽമുളക്, വേപ്പില ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആൻഡ് അതിലേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുന്നുണ്ട്. ഇവിടെ നമ്മൾ സബോളയല്ല ചേർക്കുന്നത്, ഇവിടെ നമ്മൾ ചേർക്കുന്നതാണ് കൊച്ചുള്ളി. ഇതിൻ്റെ ഒരു ടേസ്റ്റും ഫ്ലേവറും എന്തായാലും ഉള്ളി പൊളിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും എന്ന് എനിക്കറിയാം. ബട്ട് സ്റ്റിൽ പൊളിച്ചേ മതിയാവൂ ഗായ്സ്, അത് പൊളിച്ചേ മതിയാവൂ. ഞാൻ അങ്ങനെയായിരുന്നു. ആൻഡ് ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഗരം മസാലയാണ്. അപ്പം അതെല്ലാം കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചിക്കൻ മസാല കൂടെ ആഡ് ചെയ്യാം. നമ്മളിവിടെ ഇതൊന്നും ആഡ് ചെയ്തിട്ടില്ല. വളരെ എന്താ പറയുക, അല്ലാതെയുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളൂ, വേറെ ഒന്നും ഞാൻ പറയാൻ വന്നിട്ടില്ല. ആൻഡ് ഇതിലേക്ക് നമ്മൾ തേങ്ങ ചിരകി വെച്ചത് കൂടെ ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് ഇതായി വന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കൻ ഇതുപോലെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ആക്ഷൻ കാണിക്കും, വേണ്ട ആഡ് ചെയ്യണ്ട എന്നുള്ള രീതിയിൽ. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അടിപൊളിയാണ്. ആ തേങ്ങാപ്പീരയും ഒരു രക്ഷയില്ല. അതിലേക്ക് നമ്മൾ നെയ്യ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. സ്വർഗം. ഇതെല്ലാം കഴിഞ്ഞിട്ട് നന്നായിട്ടൊന്ന് ഗുഡ് മിക്സ് കൊടുക്കുക. ആൻഡ് ഇതിലേക്ക് നമുക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു ഐറ്റം എന്ന് പറയുന്നത് മല്ലിച്ചീരയാണ്. ആ മല്ലിച്ചീര നമുക്ക് നല്ലൊരു ഫ്ലേവർ തരും, അതെല്ലാത്തിനും നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പം നമ്മൾ എന്താ ചെയ്യുക, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വെക്കുക കേട്ടോ. മൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് നന്നായിട്ട് കിണ്ടിയെടുക്കാം, ഇളക്കിയെടുത്തിട്ട് വേറെ ഒന്നും ചെയ്യാനില്ല പ്രത്യേകിച്ച്. ചൂടോടെ അങ്ങോട്ട് കഴിക്കുക. ഇത് പൊറോട്ടാൻ്റെ കൂടെയും ചപ്പാത്തീൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി റെസിപ്പിയാണ്, എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.